കളർകോട് അപകടത്തിൽപ്പെട്ട വാഹനം വാടകയ്ക്ക് കൊടുത്തതല്ലെന്ന മൊഴിയിൽ ഉറച്ച് വാഹന ഉടമ ഷാമിൽ ഖാൻ. മുഹമ്മദ് ജബ്ബാറാണ് തന്റെ കയ്യിൽ നിന്ന് വാഹനം വാങ്ങിയത്. വാഹനം പണ്ട് വാടകയ്ക്ക് നൽകിയിരുന്നു, ഇപ്പോൾ കൊടുക്കാറില്ല. ലൈസൻസുള്ള ആളിനാണ് വാഹനം കൊടുത്തതെന്ന തെളിവ് സൂക്ഷിക്കാനാണ് താൻ ലൈസൻസ് വാങ്ങിയതെന്നും ഷാമിൽ ഖാൻ പറഞ്ഞു. ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപിന്റെ റിപ്പോർട്ട്. ഈ അപകടത്തിൽപ്പെട്ട വാഹനം ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഹന ഉടമ ഷാമിൽ ഖാനാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത്? ഒരു പരിചയത്തിന്റെ പേര് സിനിമയ്ക്ക് പോയിട്ട് ഉടനെ വരുമെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതാണ്. വാടകയ്ക്ക് നൽകിയതല്ല. ഇപ്പൊ ഈ പോലീസ് ആ അപകടത്തിൽപ്പെട്ട ഗൗരീശങ്കർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് 1000 രൂപ ചേട്ടൻ അയച്ചു തന്നിട്ടുണ്ട്. ഈ എൻ്റെ വണ്ടി എടുത്ത മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞ പയ്യന, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അക്കൗണ്ട് മൊബൈൽ ഓഫായി പോകും, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 1000 രൂപ അയക്കാത്ത ഞാനിപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞു. ഈ ഗൗരീശങ്കറിനോട് പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 1000 രൂപ ഇട്ട് തന്നത്. അല്ലാതെ ഈ വാഹനത്തിന്റെ വാടകയല്ല. വാടകയല്ല. പോലീസോ RTO ഇത് അന്വേഷിച്ചായിരുന്നു? ഇല്ല, അതെനിക്കറിയില്ല. പോലീസും RTO ഒക്കെ പറയുന്നത് ചേട്ടന്റെ ഫോണിൽ നിന്ന് ഈ ഗൂഗിൾ പേ 1000 രൂപ ഗൗരീശങ്കർ ഗൂഗിൾ പേ ചെയ്ത് തന്നത് കണ്ടെത്തി. ശരിയാണ്. അപ്പൊ അവര് ചോദിക്കുന്നില്ല, മറുപടി വരാൻ പറ്റത്തുള്ളൂ. അന്നേരം അവർ ഈ 1000 രൂപ ഇട്ട് അന്നേരം ഞാനത് പറഞ്ഞേന്. ഇപ്പോൾ ഇന്ന് രാവിലെ RTO മറ്റേ 2 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ഈ ഡീറ്റെയിൽസ് കാരണങ്ങളെടുത്ത് അന്നേരം കറക്റ്റ് ഞാൻ അറിയുന്നത്. അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു TV ലൈവായിട്ട് വന്നിട്ട് ഞാൻ 1000 രൂപ മേടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിത് പറയാൻ തന്നെ ഓർത്തത്. ഈ അബ്ദുൽ ജബ്ബാറിനെ നേരത്തെ അറിയോ? അറിയാം. വണ്ടാണെന്ന് വെച്ചുള്ള പരിചയമുണ്ട്. പിന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, അങ്ങനെയുള്ള പരിചയമുണ്ട്. ഈ അബ്ദുൽ ജബ്ബാർ അല്ല വണ്ടി ഓടിച്ചത്, ഗൗരീശങ്കർ. അതെ, എൻ്റെ എടുത്തുകൊണ്ട് പോകുന്നത് അബ്ദുൽ ജബ്ബാർ. നിങ്ങൾ പെട്രോൾ പമ്പിൽ CCTV നോക്ക്. അവിടെ വണ്ടി ഓടിച്ചിരിക്കുന്ന ആരാന്ന്, ഡീസൽ അടിക്കാൻ വേണ്ടി ചെന്നൊക്കെ ആരാന്ന് CCTV ആണല്ലോ. വാഹനം എടുക്കാൻ വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേരെ എൻ്റെ വണ്ടി എടുക്കാൻ വന്നു. എന്നിട്ട് പറഞ്ഞ് 6 പേര് പോകാനിരിക്കാമെന്ന് പറഞ്ഞു. അല്ല 11 പേര് പോകാനാണെന്ന് ഞാൻ വണ്ടി കൊടുക്കും ആരാന്ന് പറഞ്ഞാൽ. ഈ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നതായിരുന്നോ ഈ ടവേര? ഇല്ല, വർഷങ്ങൾക്ക് മുമ്പ് വേറെ വണ്ടിയൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പേര് എനിക്ക് ഇപ്പോഴും ഉണ്ട്. കേസ് എന്തുകൊണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. അതെ. അതുകൊണ്ട് എനിക്കിപ്പോഴും ഉണ്ട്. ആ രീതി വെച്ചാണ് ആൾക്കാർ പറയുന്നത് റെന്റ് കൊടുക്കുന്ന വണ്ടിയാണെന്ന്. ഈ RTO എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി, ഈ ടാക്സി ഡ്രൈവർമാരുടെ പരാതി ഷാമിൽ ഖാനെതിരെ വന്നിട്ടുണ്ട്. അതെ, ഞാൻ പണ്ട് റെന്റിന് കൊടുത്തിട്ടുണ്ട്, ടാക്സിക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ റെന്റേക്കാർ കാരണം അവർക്ക് ഓട്ടോ ഇല്ലെന്നും പറഞ്ഞു. അതൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ വാടകയ്ക്ക് നൽകിയതല്ല. അല്ല. ഈ വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയതല്ല എന്ന് തന്നെയാണ് ഷാമിൽ ഖാൻ പറയുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്.